പല ചെറുപ്പക്കാർക്കുമുള്ള ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടോക്കാം. എനിക്കൊന്നും പറ്റില്ല. നിങ്ങളെ മൂത്ത മോന്റെ അടുത്ത് പറ. കടന്നുറങ്ങണോക്കാണ്. മണി 11 ഇതുവരെ അവൻ എണീച്ചിട്ടില്ല. സുഖ ജീവിതം നോക്കണം നിന്റെയൊക്കെ. ജോലിക്കും പോണ്ട, വീട്ടിലെ കാര്യം നോക്കണ്ട. ചോദിച്ചാ PSC പഠിക്കണം അങ്ങ് പറഞ്ഞാൽ മതിയല്ലേ. കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ നടക്കല്ല. വീട്ടുകാരിയൊക്കെ ബാധ്യതയായി തുടങ്ങി. പിന്നെ അവരെ കുറ്റം പറഞ്ഞും കാര്യമില്ല. കുറേ വർഷമായില്ലേ PSC പറഞ്ഞെങ്കിൽ നടക്കും. എടാ, ഒരു ജോലി കിട്ടിയാൽ തീരാനുള്ള പ്രശ്നം നിനക്കിപ്പോൾ ഉള്ളൂ. അതിപ്പോൾ ഇച്ചിരി വൈകിയാണെങ്കിലും നിനക്ക് കിട്ടും. പിന്നെ ഈ ഞായറാഴ്ച ഒരു കാറ്ററിംഗ് വർക്കുണ്ട്, നീ വരണോ? പിന്നെ വരാതെ. കയ്യിലാണെങ്കിൽ 10 പൈസ എടുക്കില്ല. ആ ഡേയ്, നീയാ? എന്നെ കുറച്ചാൾ ഇവിടെ നിന്ന് കാണാനില്ലായിരുന്നില്ല. ഞാൻ ഒരു ജോലിയെ കിട്ടി പോയി കാണും. ഞാൻ ഇവിടെ കൊണ്ടായിരുന്നു. ഡേയ്, ലിസ്റ്റ് പേരൻ്റെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും ശരിയായില്ലേ? അത് ഇനി കിട്ടൂല. ആ ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. നീ എത്ര നാളെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കും? കള്ളച്ചോറ് നിന്ന് വീട്ടിൽ കിടക്കാൻ നല്ല പണിക്കും പോകാൻ നോക്കടാ. ഇത്ര പേരുടെ കുറ്റവും പരിഹാസവും അപഹാസവും നേരിടുന്ന കേട്ടയായിട്ട് ശീലമായില്ലേ? തിരിച്ച് പറഞ്ഞിട്ട് ഇപ്പം എന്തിനാ? ഞാൻ പോട്ടെ. ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല. ഇതുപോലെ ആവെങ്കിലും ഒന്ന് ചോദിക്കാം. ചെറുപ്പക്കാരുടെയും ചോദിക്കടാ. പക്ഷേ എല്ലാ കഷ്ടപ്പാടുകൾക്കും ഒരു വിരാമം ഉണ്ട് എന്നല്ലേ? ശേഷം ഒന്ന് കണ്ടോക്കണം. അവൻ്റെ എല്ലാ കഷ്ടപ്പാടുകൾക്കുമുള്ള ഒരു റിസൾട്ടാണ് അവൻ്റെ ഈ ഒരു ജോലി. പുച്ഛിക്കലും പരിഹസിക്കലും അപഹസിക്കലും എത്ര എത്ര കേട്ടു. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്താൽ അത് സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് പല ചെറുപ്പക്കാരുടെയും ജീവിതം എന്ന് പറയുന്നത്. അടിപൊളി.